നാദാകത്തൊന്ന് പാട്ടുപാടിയ മുതൽ കിട്ടും. മൂപ്പര് നല്ല തട്ടുന്നിട്ടിട്ട് കാര്യമായിട്ട് ചുറ്റണം. അതൊക്കെ പറയാനുണ്ടോ? എന്ത് പറയാനാ? എന്ത് പറയാനാ? മൗലവിമാരോട് പറയട്ടെ, നിങ്ങള് ഇരുട്ടുകൊണ്ട് ഓട്ടടക്കാൻ പോട്ടാ. അതിലെന്താ ഉള്ളത്? അതൊന്ന് വായിച്ച പ്രശ്നത്തിക്കുമല്ലോ. അതിലുണ്ടോ സക്കാത്ത് തിരിച്ചെടുക്കാം എന്നതിലുണ്ടോ? കമ്മിറ്റി ഉണ്ടാക്കി സക്കാത്ത് പിരിക്കണം അല്ലെ തിരിച്ചെടുക്കാം എന്ന് അതിൽ ഉണ്ടോ? ഇല്ലേ? ഉണ്ടെങ്കിൽ അത് വേണം. അതുണ്ടെങ്കിലല്ലേ നമ്മുടെ വിഷയമുള്ളൂ. അതിലുണ്ടോ? അതെന്താ സംഭവം? കേട്ടോ, സക്കാത്ത് അഥവാ നിർബന്ധദാനം അബ്ദുള്ള മൗലവി മട്ടന്നൂർ. ഇതെന്താണ്? സക്കാത്ത് കൊടുക്കണം, അത് നിർബന്ധമായും കൊടുക്കണം. അതിന് വേണ്ട സഹായം എല്ലാവരും കൂടി ചെയ്യണം. സഹായിച്ച പൈസ സഹായിക്കല്ല, വേണ്ട സംവിധാനം. ഇതാണ് ഈ ലേഖനത്തിന്റെ ആകത്തുക. ഞാൻ വായിച്ചു കേൾപ്പില്ല. ഇസ്ലാമിലെ അതിപ്രധാനമായ ഒരു സൽക്കർമ്മവും അതിന്റെ മൂന്നാമത്തെ ഫർദുമായ സക്കാത്തിനെ സംബന്ധിച്ച് വിവരിക്കുകയാണ് ഈ ലേഖനോദ്ദേശം. ലേഖനം എന്തിനാ? ലേഖനം ഫർദായ സക്കാത്തിനെ കുറിച്ച് പറയാനാണ് ലേഖനം, അല്ലാതെ കമ്മിറ്റി ഉണ്ടാക്കി തിരിക്കണമെന്ന് പറയാനല്ല ഈ ലേഖനം ഉണ്ടാക്കിയത്. ഇനി അതിലുള്ള എന്താണെന്ന് കൂടി വെച്ചാൽ സ്ഥാനമാനങ്ങൾക്കും, ഇതിന്റെ വേറെ ഭാഗമാണ്, സ്ഥാനമാനങ്ങൾക്കും അനാവശ്യ സംഗതികൾക്കും പണച്ചാക്കി കെട്ടഴിച്ച് ചൊരിയുന്ന നമ്മുടെ ധനികന്മാരും മുതലാളിമാരും അള്ളാഹു കൽപ്പിക്കുന്ന സക്കാത്ത് കൊടുക്കുന്ന പക്ഷം ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളെ കാണാനുള്ള ദൗർഭാഗ്യം, നിർഭാഗ്യം നമുക്കുണ്ടാവുകയില്ലായിരുന്നു. അപ്പൊ പണക്കാര് സക്കാത്ത് കൊടുക്കാത്തതാണ് ഈ പാവപ്പെട്ട കുടുംബത്തിലുണ്ടായി. ഇനി ഈ പറയുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇസ്ലാമിന്റെയും കാലങ്ങളിൽ വിളവുകളും സ്വത്തുക്കളും പരിശോധിച്ച് സക്കാത്ത് കണക്കാക്കുവാനും അത് വസൂലാക്കുവാനും ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കുകയും തിരിച്ചു കിട്ടുന്ന സംഖ്യ ബൈത്തുൽ മാലിൽ പൊതു ഭണ്ഡാരത്തിൽ ശേഖരിക്കുകയും അതിന്റെ അവകാശികൾക്ക് നിയമാനുസൃതം വീതിച്ചു കൊടുക്കുകയുമായിരുന്നു പതിവ്. ഇപ്പൊ അത് തക്കല്ലോ. എന്നാൽ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ഇസ്ലാമിയ ഹുക്കൂമത്ത് ഇല്ലെങ്കിലും ഓരോ ദേശക്കാരും യോജിച്ചുകൊണ്ട് മുഖ്ലിസുകളായ ഉലമാക്കളും വിശ്വസ്തരായ പൗരന്മാരും അടങ്ങിയ ഒരു ജംഇയ്യത്ത് കമ്മിറ്റി രൂപീകരിച്ച് ഇസ്ലാം നിർദ്ദേശിക്കുന്ന അതേ രൂപത്തിൽ അവകാശികൾക്ക് വിതരണം ചെയ്യുന്നതായാൽ അത് വളരെ പ്രയോജനകരമായിരിക്കുന്നതാണ്. ഇവിടെ കമ്മിറ്റി സക്കാത്ത് പിരിവെടുക്കുന്നു, വസൂലാക്കുന്നു എന്നത് എവിടെ? കമ്മിറ്റി സക്കാത്ത് വാങ്ങി കൊടുക്കാതെ എവിടെ അതിന് ചെയ്യുന്നത്? അത് ഇവിടെ ഈ ഉദ്ധരണിയിൽ എവിടെ? ഒന്നും വായിക്കാം കേട്ടോ. വിശ്വസ്തന്മാരായ പൗരന്മാരും അടങ്ങിയ ഒരു ജംഇയ്യത്ത് കമ്മിറ്റി രൂപീകരിച്ച് ഇസ്ലാം നിർദ്ദേശിക്കുന്ന അതേ രൂപത്തിൽ, ഇസ്ലാം നിർദ്ദേശിക്കുന്ന രൂപത്തിൽ അവകാശികൾക്ക് വിതരണം ചെയ്യുന്നതായാൽ അത് വളരെ പ്രയോജനകരമായിരിക്കുന്നതാണ്. അല്ലാതെ അവരെ ഇങ്ങോട്ട് വാങ്ങാനുള്ള വാചകം ഇവിടെ ഉണ്ടോ? അതില്ലല്ലോ. വ്യക്തികൾ തന്നെ തങ്ങളുടെ സക്കാത്ത് ശരിയായ വിധത്തിൽ വിതരണം ചെയ്താലും മതിയാകാതെയല്ല. പക്ഷെ അത് പലപ്പോഴും നടക്കുന്നില്ല. അതുകൊണ്ട് ഒരു ജമി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് നേരത്തെ പറഞ്ഞില്ലേ, ആളുകളൊക്കെ ഒരുമിച്ച് കൊടുക്കുക, കൊടുക്കേണ്ടവരെ ഒരുമിച്ച് കൊടുക്കുക, വാങ്ങേണ്ടവരെ ഒരുമിച്ച് കൊടുക്കുക, എന്നിട്ട് അത് എല്ലാവർക്കും എത്തിക്കാനുള്ള ശ്രമം നടത്തുക. ഇവിടെ എന്താ പറ്റും? അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നതിലൂടെ ആർക്കാണ് എതിർപ്പ്? ഇതാണ് ഇതിലൂടെ. ഏതായിരുന്നാലും സക്കാത്ത് ഏതായിരുന്നാലും സക്കാത്ത് വിതരണം ഉപകാരപ്രദമാക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഉലമാവും സമുദായ നേതാക്കന്മാരും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ മട്ടന്നൂർ അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന ഉസ്താദ് മഹാനവറുകൾ എഴുതിയ ലേഖനത്തിൽ പണം പിരിച്ചെടുക്കുന്നതിനെ സംബന്ധിച്ച് ഒരക്ഷരം ഇല്ല. ഞാൻ നാലാമത്തെ പാട്ട് പാടിയ മൗലവിയെയും ഇത് ഇട്ട ഡോക്ടർമാരുടെയും ഞാൻ വെല്ലുവിളിക്കുന്നു. അങ്ങനെ ഒന്ന് കാണിച്ചു തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? പണം പിരിച്ചെടുക്കുന്ന നിങ്ങളുടെ ഏർപ്പാട് ഈ കമ്മിറ്റിക്ക് കൊടുത്തതായി ഇതിൽ കാണിച്ചു തരാൻ നിങ്ങളെ ഏതെങ്കിലും ഒരു മൗലവിക്ക് ധൈര്യമുണ്ടോ?
ഇല്ല. എങ്ങനെ കാണിച്ചാൽ? പിന്നെ അപ്പുറത്തെ എന്താണ്? അത് മഹാനവർകൾ മാത്രമല്ലല്ലോ പറഞ്ഞത്. നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞിട്ടില്ലേ? അത് ഉമർ ഫൈസി എഴുതിയിട്ടില്ലേ? ഉമർ ഫൈസി പറഞ്ഞിട്ടില്ലേ? സമസ്തയുടെ പണ്ഡിതന്മാർ അപ്പുറത്ത് ഇപ്പുറത്തുള്ളവർ പറയുന്നില്ലേ? അതിലൂടെ തെറ്റി. അതെ, അത് ഞാൻ വായിക്കാം. നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞു വായിക്കാം. അബ്ദുറഹ്മാൻ സാഹിബിന്റെ പുസ്തകം ദൈവം മതം ശരി ദൈവത്തിന്റെ പുസ്തകമാണ്. ഇനി 222 പേജിൽ നെല്ലിക്കുത്ത് ഉസ്താദ് എന്താ പറഞ്ഞത് പറയുന്നത്? അത് തന്നെയാണ് ബി എന്നോലവി പറഞ്ഞത്. കേട്ടോളെ. ചോദ്യം: ഒരു പ്രദേശത്തെ മുതലാളിമാരെ എല്ലാം സംഘടിപ്പിക്കുക, പ്രദേശത്തെ ദരിദ്രരായ 15 ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുക, ഈ വർഷത്തെ സക്കാത്ത് അവർക്ക് കൊടുക്കാമെന്ന് ധാരണയിലെത്തുക, സക്കാത്ത് മുതൽ കമ്മിറ്റി വാങ്ങാതെ, ശ്രദ്ധിക്കണേ, സക്കാത്ത് മുതൽ കമ്മിറ്റി വാങ്ങാതെ വ്യക്തി നേരിട്ടു നൽകുക. ഇങ്ങനെ മുതലാളിമാരുടെ സക്കാത്ത് ഒന്നിച്ച് അർഹരായവർക്ക് ലഭിക്കുമ്പോൾ, ഒന്നിച്ച് വാങ്ങല്ല, ഒന്നിച്ച് കൊടുക്കുക, ഓരോരുത്തരോട്ടായി കൊടുക്കുക, എല്ലാം കൂടി കിട്ടുന്നു. ഒന്നിച്ച് അർഹരായവർക്ക് ലഭിക്കുമ്പോൾ ഉപകാരപ്രദമായ വഴിയിൽ ഇറക്കാനാവും. അടുത്ത വർഷം വരുമ്പോൾ ഇവരെ സക്കാത്ത് നൽകുന്നവരാക്കാൻ കഴിയും. ഇത് തുടർന്നാൽ കുറച്ചു കാലത്തിനുള്ളിൽ ദാരിദ്ര്യമുക്ത പ്രദേശം സൃഷ്ടിക്കാൻ കഴിയും. കമ്മിറ്റിയുടെ കയ്യിൽ കൊടുക്കുന്നത് കൊണ്ടുള്ള ദുരൂഹത നീക്കാനുമാകും. ഇവരുടെ കയ്യിൽ കൊടുക്കുന്നില്ല, അപ്പൊ ദുരൂഹത നീക്കാനുമാകും. കാശ് കയ്യിൽ വാങ്ങാത്ത, കേട്ടോടെ, കാശ് കയ്യിൽ വാങ്ങാത്ത സകാത്ത് കമ്മിറ്റി ഉണ്ടാക്കാൻ മുന്നോട്ട് വരാൻ ആരുണ്ടാകും എന്നതാണ് പ്രശ്നം. അങ്ങനെ സകാത്ത് കമ്മിറ്റി ഉണ്ടാക്കാൻ കഴിയോ? പലമാർക്ക് കാശുകൾ വാങ്ങിയല്ലോ, സകാത്ത് കമ്മിറ്റി ഉണ്ടാക്കുക. സകാത്ത് ശരിക്കും കൊടുക്കേണ്ടവർക്ക് കൊടുക്കുകയും കിട്ടേണ്ടവർക്ക് കിട്ടുകയും പറ്റുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ മൗലവിമാരെ കിട്ടുമോ? കിട്ടൂല. കാരണം അദ്ദേഹം അവർക്ക് ഇറങ്ങാൻ കഴിയില്ല. അപ്പൊ അവർക്ക് മാധ്യമ നടത്താൻ കഴിയില്ല, പ്രബോധനം നടത്താൻ കഴിയില്ല. എനിക്ക് കേട്ടോളൂ. ബാക്കി കാശ് കയ്യിൽ വാങ്ങാത്ത സകാത്ത് കമ്മിറ്റി ഉണ്ടാക്കാൻ മുന്നോട്ട് വരാൻ ആരുണ്ടാകും എന്നതാണ് പ്രശ്നം. അതിന് തയ്യാറാകാത്ത സകാത്ത് കമ്മിറ്റിയുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അല്ലെ, പൈസ വാങ്ങാതെ ഒരു സക്കാത്ത് ഹജ്ജ് കമ്മിറ്റിയില്ലേ, അതെന്താണ് മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്യാം. അതുപോലെ സക്കാത്ത് കൃത്യമായി കൊടുക്കാനുള്ള സൗകര്യത്തിന് കമ്മിറ്റി ഉണ്ടാക്കാൻ മൗലവിമാർക്ക് എന്തേ കിട്ടാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഇനി കേട്ടോ, സുന്നികൾ സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കാൻ അടച്ചു നിൽക്കേണ്ടതില്ല. എന്തിന്? പണം ഇരിക്കാനല്ല, പണം കിട്ടേണ്ടവർക്ക് കിട്ടാനും അതുപോലെ തന്നെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാനും, പൈസ വീശി വാങ്ങാനല്ല. കേട്ടോ, മുതലാളിമാർക്ക് സക്കാത്തിന് അർഹരായവരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും അവർക്ക് സക്കാത്ത് നൽകാൻ പ്രേരിപ്പിക്കാനും അർഹരുടെ ലിസ്റ്റ് തയ്യാറാക്കാനുമൊക്കെ SSFകാർക്ക് ശ്രമിക്കാവുന്നതാണ്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ വിസാലവാരിക 2003 നവംബർ 28 പ്രതികരണം. ഇതിന്റെ പ്രതികരണമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആൾക്കാരോട് ചോദിക്കുന്നത്. അപ്പൊ ഇത് വിസാലയിൽ നെല്ലിക്കുത്ത് ഉസ്താദ് 2003 നവംബറിലെ പറഞ്ഞതാ. പൈസ വാങ്ങിയത്, പൈസ നിങ്ങൾക്ക് അധികാരമില്ല, കമ്മിറ്റിക്കാർക്ക് അധികാരമില്ല. ഞാൻ നേരത്തെ ഖുർആനും ഹദീസും ആയത്തും ഇമാമിൽ ഒക്കെ തെറ്റിയാൻ പറഞ്ഞു. പൈസ വാങ്ങാതെ സക്കാത്തിന് സൗകര്യം ചെയ്യുക. ഇതാണ് പി അബ്ദുൽ മുസ്ലിയാർ അവർ എഴുതിയത്. എന്നാൽ പി അബ്ദുൽ മുസ്ലിയാർ അവർ അത് എഴുതുമ്പോ മൂപ്പർക്ക് 29 വയസ്സാ, ചെറുപ്പക്കാരനാണ്, കേൾക്കണം. എന്നാൽ ആ എഴുതിയത് തന്നെ ആളുകൾ തെറ്റിദ്ധരിക്കുമോ എന്ന് സമസ്തയിലെ ഉലമാക്കൾക്ക് അന്നൊരു ധാരണ. ഇതുപോലെ ഇമാം സൂത്ത് റളിയല്ലാഹു അൻഹു ഇമാം ഫാക്കിഹാനിയുടെ ഒരു ഉദ്ധരണിയെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോ വിഷയത്തിലേക്ക് കടക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, കാരണം അത് കണ്ട് ഞങ്ങൾ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ വന്നതുകൊണ്ട് അന്ന് 29 വയസ്സാണ് ബഹുമാനപ്പെട്ട പി ഉസ്താദിനുള്ളത്. അന്ന് 46 വയസ്സുള്ള സമസ്തയുടെ വൈസ് പ്രസിഡന്റ് സമസ്ത 936 രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ പേര് വന്ന വൈസ് പ്രസിഡന്റ് സദഖത്തുൽ മുസ്ലിയാർ അന്ന് ഇത് 2000
1952 മാർച്ചിലാണ് ഈ ഉസ്താദ് ലേഖനം. ഏപ്രിൽ കഴിഞ്ഞ് മെയ് മാസത്തിൽ ബഹുമാനപ്പെട്ട മുസ്ലിയാർ അന്ന് ഹിദായത്തുൽ ഉമ്മീൻ, അത് 2 മാസികൾ സുന്നികൾ, അതിൽ ലേഖനം എഴുതി. സക്കാത്തിലും കമ്മിറ്റി പ്രസ്ഥാനമോ KK സത്മോദരി ഖാദി വണ്ടൂർ വൈസ് പ്രസിഡന്റ് സംസ്ഥാന ജമിയത്തുൽ ഉലമ, അതിൽ നിങ്ങൾക്ക് കാണാം ഓരോ ദേശങ്ങളിലും കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റി മുഖേന സക്കാത്തിൽ നൽകിയാണ് വേണ്ടത് എന്ന ഒരു പുതിയ വാദം വാസ്തവത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിൽ പറഞ്ഞ സക്കാത്ത് കമ്മിറ്റി മുഖേന സക്കാത്ത് വിതരണം ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് ആവശ്യമുള്ള പണിയെടുക്കാതാണ്. മനസ്സിലാക്കി പറയാം. ചിലർ ഏറ്റുപാടി തുടങ്ങിയിരിക്കുന്നു, അത് ശരിയാവുകയില്ലെന്നും ഇമാമിങ്ങൾ ചെയ്യുന്ന നിയമത്തിന് വിപരീതമാണെന്നും മറ്റു പല ദോഷങ്ങൾ വന്നുകൂടുന്നതിനെയും വിവരിച്ചുകൊണ്ട് ഖലീഫ നിശ്ചയിക്കുന്ന ആമിലികളോ നിയമപ്രകാരം ഇന്ന് കമ്മിറ്റി പിരിച്ചാൽ ആവുകയില്ലെന്നും മറ്റും കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ KK വലിയവർക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു സുദീർഘമായ ലേഖനത്തിന്റെ ആദ്യ ഭാഗം മാത്രമാണ് ഇത് മെയിലുള്ളത്. ഇതിന്റെ ശേഷം ജൂലൈയിൽ അതിന്റെ ബാക്കി ലേഖനം വരുന്നു. അതിന് വിശദമായി അതിനെ സംബന്ധിച്ച് എഴുതുന്നു. അപ്പോ ഇവിടെ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ പരിപാടി നമുക്ക് നടപ്പാക്കാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് അതിലെഴുതുന്നു. ഞാൻ അതും കൂടി ഒന്ന് വായിച്ചേരാം. ഇന്ന് ശർഈയായ ഗവൺമെന്റ് ഇല്ലാത്ത സ്ഥിതിക്ക് സക്കാത്ത് വിധിക്കുവാൻ കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടതാണെന്നും ആ കമ്മിറ്റി മുഖേന സക്കാത്ത് വിതരണം ചെയ്താൽ മാത്രമേ സക്കാത്ത് ഉദ്ദേശ ഫലം സാധിക്കുകയുള്ളൂ എന്നും ആണ് മൗദൂദികളുടെ വാദം. അവർ ഹിജ്റയുടെ 2-3 നൂറ്റാണ്ടിലെ ഇമാമുകളെയും അവരുടെ ഫിഖ്, ഖുർആൻ വ്യാഖ്യാനം മുതലായ സ്വീകരിക്കാത്തവരുമായതുകൊണ്ട് അവരുടെ ഈ വാദത്തെ പറ്റി ആശ്ചര്യപ്പെടാനില്ല. അറിഞ്ഞിട്ടോ അറിയാതെയോ മൗദൂദികളുടെ ഈ വാദം ഏറ്റുപാടുവാൻ നമ്മൾ ഇവരെ തന്നെ പുറപ്പെട്ട് കാണുന്നതിനാണ് ആശ്ചര്യം. വാസ്തവത്തിൽ അങ്ങനെ ഒരു വാദത്തിലേക്കാണോ പോകുന്നത് പേടിച്ചിട്ടാണ് മുസ്ലിയാർ എഴുതിയത്. വാസ്തവത്തിൽ PA ഉസ്താദ് അവர்கள் സംഖ്യ തിരിക്കുന്ന കാര്യം പറഞ്ഞിട്ടേ ഇല്ല. മറിച്ച് നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞതുപോലെ കൊടുക്കാനുള്ള സംവിധാനം അതുണ്ടാക്കുന്നതിൽ കമ്മിറ്റി പ്രവർത്തിക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അത് പിടിച്ചിട്ട് സുന്നത്തി ജമാഅത്തിനെ ഒരു പഴയ മാസിക എടുത്തുകൊണ്ട് വന്നിട്ട് അങ്ങോട്ട് കശക്കി കളയാന്നൊന്നും ഒരു മൗലവിയും വിചാരിക്കണ്ട. അങ്ങനെ അതിനില്ല. ഇനി ഒരു വൈത്തര ഉസ്താദ് എഴുതി. അതിനെന്താണുള്ളത്? നമ്മൾ സാധാരണ പള്ളി കയറി മൂത്രമൊഴിക്കട്ടെ എന്ന് പറയുന്നത്. അതിനർത്ഥം എന്താ? പള്ളി കയറി മൂത്രമൊഴിക്കും. അതിനർത്ഥം പള്ളിയുടെ സമീപത്തുള്ള മൂത്രപ്പുരയിൽ കയറി മൂത്രമൊഴിക്കട്ടില്ല. അതിന് ചുരുക്കി പറയാം. ഇതുപോലെ വൈത്തര ഉസ്താദിനോട് ഇവിടെ എന്താണ് മഅൂനത്തുൽ ഇസ്ലാം, അതുപോലെ വേറെ തെർബിയത്ത്, ഇവിടെയുള്ള പൊതുമുസ്ലിമീങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാമോ ചോദിച്ചു. അത് കൊടുക്കുന്നതിന് പൊതുമുസ്ലിമീങ്ങൾ പാവപ്പെട്ടവരാകുമ്പോ അവർക്കത് കൊടുക്കാമല്ലോ, അല്ലെങ്കിൽ മുലഫ് കുറവാണെങ്കിലും കൊടുക്കാമല്ലോ. അതിനെപ്പറ്റി പറഞ്ഞത് അത് ബിൽഡിംഗ് ഉണ്ടാക്കാനാണ് എന്ന് വരുത്തി തീർത്ത് ദുർവ്യാഖ്യാനം ചെയ്യാണ്. ഇതുപോലെ യതീംഖാനക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ യതീംഖാനയുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് അവരുടെ രക്ഷിതാക്കൾ മുഖേനയോ അവരെ ഏൽപ്പിച്ചവർ മുഖേനയോ അവർക്ക് കൊടുക്കാമല്ലോ. അങ്ങനെ കൊടുക്കുന്നതിനെ പറ്റി യതീംഖാനക്ക് കൊടുക്കുക എന്ന് ചിലർ പറയും. സാധാരണയാണ്. കർണാടകയിലെ ചിലർ കുറ്റിയാടിക്ക് നേർച്ചയാക്കാന്ന് പറയാം. സിറാജുൽ അവർ ഉദ്ദേശിച്ചു കുറ്റിയാടിക്ക് നേർച്ച. പക്ഷേ അവരെ നമ്മളിപ്പോഴല്ലേ അജ്മീറിലേക്ക് സ്ഥലമില്ലേ ആ സ്ഥലത്തേക്കാണ് നേർച്ച. അപ്പൊ മമ്പത്തേക്കാണ് നേർച്ച. അപ്പൊ എന്താണ് അതിനർത്ഥം? മമ്പറും മഖാമിന്റെ കീഴിൽ നടത്തപ്പെടുന്ന നല്ല കാര്യത്തിന് വേണ്ടി നേർച്ചയാക്കാന്ന. അതിന് മമ്പത്തേക്ക് നേർച്ചയാക്കാന്ന് പറയും. ഇതുപോലെ സേദുല്ലാഹു പറഞ്ഞില്ലേ, അതായത് ഉമ്മി സാഹിബ് കിണർ വെച്ചിട്ട് സേദിന്റെ ഉമ്മാക്കാണ് മരിച്ചു കണ്ടെന്ന് വളർത്തും. അപ്പൊ അതിൽ സാധാരണ പറഞ്ഞു വരുന്നൊരു വാചകമാണ്. അപ്പൊ അവിടെ യതീംഖാനയിലെ പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ് വൈത്തൽ ഉസ്താദിന്റെ ആ ഫത്വയിലുള്ളത്. അതും നിങ്ങൾക്ക് തെളിവല്ല. പിന്നെ നടക്കുന്ന സ്ഥലമല്ല, അത് മുസ്ലിം ഭരണമുള്ള സ്ഥലം. ഇനി ഒരാൾ കമന്റ് ചെയ്യുന്നു, അയാളെ വെറുതെ കണ്ട മർക്കസും സിറാജും സക്കാത്ത് വാങ്ങാറില്ലേ? ഒരിക്കലും വാങ്ങാറില്ല, വാങ്ങുകയില്ല. നമുക്ക് ഇവിടെ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള പരിപാടി. ഇതിന് MBA കോളേജ് 8-9 കോടി രൂപ വേണം. ഞാൻ ഒരു നല്ല മനുഷ്യനോട് ഉണ്ടാക്കിയിട്ടാ പറഞ്ഞു. അദ്ദേഹത്തിന്റെ സെക്രട്ടറി എന്നെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു, എന്ത് അതിന് വേണമെങ്കിൽ ഇവിടെ നേരത്തെ അക്കൗണ്ടന്റായ
ഒരു വ്യക്തി സാക്ഷിയാണ്. പേരിപ്പം ഞാൻ പറയുന്നില്ല, വേണമെങ്കിൽ ഞാൻ പറയും, കാണിച്ചത് വേണം. അദ്ദേഹത്തിനെ മുന്നിൽ ചോദിച്ചാൽ സക്കാത്തിന്റെ ഫണ്ട് നിങ്ങൾ ബിൽഡിങ്ങിന് വേണ്ടി സ്വീകരിക്കുമോ? ഞാൻ പറഞ്ഞ സ്വീകരിക്കൂല, വാങ്ങൂല. 8-9 കോടിയാന്ന് പറഞ്ഞിട്ട് പടച്ചോന്റെ അടുത്ത് കൊടുക്കുന്നതിന് പേടിയിട്ട് മൗലവിമാരെ, നിങ്ങളെ പോലല്ല, നിങ്ങൾക്ക് ആശ്രമത്തിൽ വിശ്വാസമുണ്ട്, വാങ്ങൂല. അദ്ദേഹത്തിനെ കുറച്ച് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, നിങ്ങളോട് എനിക്ക് വലിയ മതിപ്പായി. മനസ്സിലായി? അതുകൊണ്ട് ഞങ്ങളാരും സക്കാത്ത് വാങ്ങുക. അതേ സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോ ഞാനിവിടെ പ്രസംഗിച്ചിറങ്ങുമ്പോ നമ്മളെ മായനാജി വന്നിട്ട് എന്നോട് ഉസ്താദ്, എന്റെ അടുത്ത് കുറച്ച് സക്കാത്തിന്റെ പൈസ ഉണ്ട്, ഇവിടെ പാവപ്പെട്ട മുതലിമികൾ ഉണ്ടാവില്ലേ, അവർക്ക് കൊടുക്കാൻ നിങ്ങളെ ഏൽപ്പിക്കട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ വാങ്ങും. അത് സിറാജുലല്ല വാങ്ങുന്നത്, പേരോട് അബ്രഹ്മാൻ സക്കാഫിയ വാങ്ങുന്നത്. അത് പേരോട് അബ്രഹ്മാൻ സക്കാഫി അത് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യും. അതിന് തെറ്റില്ലാണ് നേരത്തെ നമ്മൾ കിതാബ് വായിച്ചത്. ഒരു വ്യക്തിയെ ആ നിലയ്ക്ക് സക്കാത്ത് കൊടുക്കാൻ ഏൽപ്പിച്ചാൽ ഒരു തെറ്റുമില്ല. അങ്ങനെ പലരും സക്കാത്തിന്റെ സംഖ്യ ഏൽപ്പിക്കും, വിശ്വസ്തത ഉണ്ടായാൽ കമ്മിറ്റിയൊന്നും വേണ്ട. അങ്ങനെ ഏൽപ്പിച്ചാൽ അത് കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കും. അതിനൊരു വിരോധവും ശറഇൽ ഇല്ല. അത് കമ്മിറ്റിയല്ല. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മൗലവിമാർക്ക് അറിഞ്ഞൂടാ? കമ്മിറ്റി ഞാൻ പറഞ്ഞിറങ്ങിപ്പോണെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ലേ, കമ്മിറ്റി രജിസ്റ്റേർഡ് ആണ്. രജിസ്റ്റേർഡ് കമ്മിറ്റിയുടെ ഭരണഘടനയിൽ എന്തൊക്കെ ഉണ്ടാകുക? ഇത് അവസാനം പിരിച്ചുവിടേണ്ടി വന്നാൽ ആർക്കാ പോവുക? ഭരണഘടന വായിച്ചു. ഭരണഘടന രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏരിയ രജിസ്റ്ററുള്ളൂ. എടുത്തേക്കാ പോവുക ഗവൺമെന്റിന്. അത് സക്കാത്ത് വൈകുന്നേരം ഗവൺമെന്റിനൊക്കെ. എനിക്ക് ചോദിക്കട്ടെ, കമ്മിറ്റി ബഹുമാനപ്പെട്ട കീഴട ഉസ്താദ് കേരളത്തിൽ അറിയപ്പെട്ട ഒരു ആലിമായിരുന്നു. എന്റെ ഉസ്താദിന്റെ ഉസ്താദ്. ഞാൻ പണ്ട് ഇവിടെ ഓതി പഠിക്കുന്ന കാലത്ത് ചോദിച്ചു നോക്കും, മാഹിക്കാരും സക്കാത്ത് കമ്മിറ്റി അവിടെ കുറെ ആൾക്കാർ കമ്മിറ്റി ഉണ്ട്. അന്ന് ഞാൻ അതിനെതിരെ ലഘുലേഖ, ഞാൻ ചെറിയ ആലിമാണ്. ആ സമയത്ത് ഞാൻ കീഴട ഉസ്താദുമായി ഒരു ദിവസം മീറ്റ് ചെയ്തു. ഇതിനുവേണ്ടി മീറ്റ് ചെയ്തതല്ല, മഹാനഗര കടമേരിയിൽ ഒരു പരിപാടിക്ക് മുത്തലിമായ എന്നെ ക്ഷണിച്ചിട്ട് പോയതാ ദിവസോളം. അങ്ങനെ അന്ന് ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, എന്താ ഇപ്പൊ കമ്മിറ്റീനെ ഏൽപ്പിച്ചാൽ എന്ന് ചോദിച്ചു ഉസ്താദിനോട്. വലിയ പണ്ഡിതനാ ഇവിടെ പ്രവർത്തിച്ച ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് ഖാദി മൊയ്തു മൗലവിയുടെ ഉസ്താദാണത്. അറിയില്ലേ? മൊയ്തു മൗലവിയുടെ ഉസ്താദ്. മൂപ്പര് ഇവിടെ ചോദിച്ചു, ഞാൻ എന്നോട് പറഞ്ഞു, മനെ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ആള് കമ്മിറ്റി? ഉദാഹരണം പറയാം, 10 ആൾ. ഈ 10 ആളുകളെയും ആണോ ഏൽപ്പിക്കുന്നത്? കമ്മിറ്റിയുടെ വ്യവസ്ഥതയനുസരിച്ച് 10 ആളെ ഏൽപ്പിച്ചാൽ അത് 6 ആളെയാണ്. കാരണം ഭൂരിപക്ഷം അനുസരിച്ചല്ലേ കമ്മിറ്റി തീരുമാനം എടുക്കുക. അപ്പൊ 10 എന്ന് പറഞ്ഞാൽ അതിൽ 6 ആണ്. ആ 6 ആരാണെന്ന് ഇപ്പൊ നിർണയിച്ചു പറയാൻ കഴിയുമോ? ഇല്ല. കാരണം അപ്പോഴത്തെ സംഭവമില്ലേ, യോഗത്തിൽ എന്താ തീരുമാനം വരുന്നുണ്ട്. അപ്പോൾ അത് നിർണയമാകുന്നില്ല എന്ന് ഉസ്താദ് എന്നോട് പറഞ്ഞു തന്നത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, പഠിച്ചവന്റെ അടുക്കൽ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി. സുഹൃത്തുക്കളെ, നിർണയ വ്യക്തിയാകണം എന്ന് പറഞ്ഞപ്പോ അതിന് കുറെ ഇബാറത്തൊക്കെ കൊണ്ടുവന്നിട്ട് കുറെ പറയുന്നുണ്ട്. എന്തേ ആ ഇബാറത്ത് കാണിച്ച ഡോക്ടർ തുറഫന്റെ ഇബാറത്ത് കാണാതെ? അപ്പൊ അത് നിങ്ങൾക്ക് അനുകൂലാവൂല അല്ലേ? ഇതൊക്കെ ഞങ്ങൾക്ക് തിരിയുന്നുണ്ട്, സാധാരണക്കാർക്ക് തിരിയൂലെങ്കിൽ. ഓ സുഹൃത്തുക്കളെ, അപ്പോൾ കമ്മിറ്റിയും വ്യക്തിയും ഒരുപോലെയല്ല. ഒരു വ്യക്തിയെ ഏൽപ്പിക്കുന്നതിന് കുഴപ്പമില്ല. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു മൗലവിന്റെ മോളെ കല്യാണം കഴിക്കണം, ഒരു മൗലവിന്റെ മോളെ കെട്ടിച്ചു കൊടുക്കണം, അതിന് വക്കാലത്താക്കലുണ്ടല്ലോ. എന്നാ പിന്നെ മഹല്ല് കമ്മിറ്റിയിലായിരുന്നു വക്കാലത്തപ്പോ. മഹല്ല് കമ്മിറ്റിയെ വക്കാലത്താക്കി എന്റെ മോളെ കല്യാണം കഴിച്ചുകൊണ്ട് 10 ആളുള്ള കമ്മിറ്റി ആണെങ്കിൽ എങ്ങനെയായിരിക്കും? 10 ആള് ഉദ്ധരിക്കാം. എന്നിട്ടോ ഈ വരന്റെ കൈ എല്ലാവരും കൂടി പിടിക്കാം. കൈ പിടിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നിച്ച് പറയാം, ഒന്നായിട്ട് അംഗത്തുക. ഈ ഏതാണല്ലോ ഒന്നിച്ച് ഗാനം പാടുന്നതാണ് അംഗത്തുകയാ. അപ്പോൾ ഒരു ടീമിനെ ഏൽപ്പിച്ചാൽ എങ്ങനെ ആ നിക്കാഹ് നടത്തും? നിക്കാഹിന്റെ വക്കാലത്താണ് എങ്ങനെ നടത്തും? ഇതുപോലെ തലാഖെല്ലാം കൊണ്ട് ഏൽപ്പിക്കാലോ, വക്കാലത്താക്കാലോ. അപ്പൊ ഒരു 10 ആളെ വക്കാലത്താക്കുക, ഇത് എല്ലാവരും കൂടി ഒന്നിച്ചെടുത്തരാം. ഇത് പറ്റുമോ? ഇങ്ങനെ പരിപാടി ഉണ്ടോ? എന്നാ ഞാൻ ചോദിക്കുന്നത്, ഇന്നേ വരെ എവിടെയെങ്കിലും അങ്ങനെ ഒരു കമ്മിറ്റിയെ നിക്കാഹ് ചെയ്യാൻ വേണ്ടി വക്കാലത്താക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വക്കാലത്ത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? അത്
അതുകൊണ്ട് അർത്ഥം കമ്മിറ്റിയുടെ ഒരു മെമ്പർ ഒക്കാത്തേക്കൂടാന്നല്ല, അയാൾ മെമ്പറാണെന്നുള്ളവർക്കല്ല, വ്യക്തി എന്നവർക്കാണ് ചെയ്യുന്നത്. അതിന് കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സക്കാത്ത് കമ്മിറ്റിയുടെ വ്യക്തിയാണ് വിചാരിച്ച് സക്കാത്ത് അയാളെ ഏൽപ്പിച്ചുകൂടാന്നുണ്ടോ? കമ്മിറ്റിയെ ഏൽപ്പിക്കാൻ ഇവിടെ വകുപ്പില്ല. ഇതാണ് സുഹൃത്തുക്കളെ. അതെ, നമ്മള് ഒരു ചോദ്യം, സിറാജുൽ ഓഫീസിൽ സക്കാത്ത് വാങ്ങാൻ അക്കൗണ്ട് നമ്പർ കൊടുത്തല്ലോ. സുബ്ഹാനല്ലാഹ്, ഞാൻ മുമ്പ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ജമാഅത്തുകാരൻ സാധ്യകരനാണെന്ന് ഞാൻ അറിയുന്നത്, ഒരു കുതന്ത്രം പ്രയോഗിച്ചതാ. ഇംഗ്ലീഷിൽ അക്കൗണ്ട് നമ്പർ അയച്ചിരുന്നു. അതിന്റെ സക്കാത്തിന്റെ വാചകം കൊടുത്തത് സ്റ്റാഫ് കണ്ടിട്ടില്ല. സ്റ്റാഫ് അങ്ങനെ നമ്മൾ സക്കാത്ത് വാങ്ങാത്തത് കൊണ്ട് അക്കൗണ്ട് നമ്പർ ചോദിച്ചാൽ എന്താണ് സംഭാവന കേൾക്കുന്നത്. അങ്ങനെ അയച്ചു കൊടുത്തത് എന്തിന്? അത് കൃത്യപ്പോ തന്നെ, അത് അറിഞ്ഞപ്പോ തന്നെ സക്കാത്ത് ഇവിടെ വാങ്ങാറില്ല, അയാൾ തന്നെ പിന്നെയും കൊടുത്തു. പിന്നെ അത് പിന്നെ രംഗത്ത് ഉണ്ടായിട്ടില്ല. ഇങ്ങനത്തെ പല ചതികളും ജമാഅത്തുകാരിൽ ഖുർആൻ മജീദിലും അർത്ഥം മാറ്റി ചലിക്കുന്ന ഇവർക്ക് പിന്നെ ഇങ്ങനത്തെ ചതിയാ നടത്തിക്കൂടാത്തത്. അപ്പൊ ശരിക്ക് നമ്മൾ മനസ്സിലാക്കണം, സക്കാത്ത് കമ്മിറ്റി ഇതെന്താ സാധനം? മുജാഹിദിന്റെ മദ്രസ പുസ്തകം ഇതിലടക്കം പറയുന്നുണ്ട് സംഭരിച്ച് വിതരണം നടത്തണോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതിന് സക്കാത്തിന് നീയത്തുണ്ടോ? 4 മദ്ഹബിൽ ഉണ്ടല്ലോ, ഇല്ല. എന്താ കാരണം? നീയത്തെല്ലാം കൊണ്ടുവന്നിട്ട് പിന്നെ സംഭരിക്കാൻ ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് ആ ഫർദങ്ങൾ ഉപയോഗിക്കില്ല, നീയത്ത് ഒഴിവാക്കി. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ മദ്രസ പുസ്തകം 2ാം ഭാഗം ഫിഖ് പാഠങ്ങൾ, ഇതില് നീയത്തുണ്ടോ? സക്കാത്തിന് നീയത്ത് പറഞ്ഞില്ല. ഇതിലുണ്ടോ? 4ാം ഭാഗത്തിലുണ്ടോ? അതിൽ പറഞ്ഞില്ല. ഇനി ഞാൻ പറയട്ടെ, ഈ നോമ്പിന്റെ നീയത്ത് പറയാനുണ്ട്. നല്ല രസമുണ്ട്. നോമ്പിന്റെ നോമ്പ് നിൽക്കാറല്ലൊന്നും ഇല്ലാണ്ടാക്കിയിട്ടില്ല വേണ്ടത്. അതിലൊരു നോമ്പിന്റെ നീയത്തൊന്നും ഞാൻ വായിക്കാം. നോമ്പിന്റെ ഫർളുകൾ ഉണ്ടാകുന്നു നെയ്യത്ത്, അഥവാ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നോമ്പനുഷ്ഠിക്കുന്നു എന്ന് മനസ്സിൽ കരുതുക. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, റമദാൻ മാസത്തിൽ അള്ളാന്റെ കൽപ്പന പ്രകാരം നോമ്പനുഷ്ഠിക്കുന്നു എന്ന് കരുതിയാൽ നോമ്പാകുമോ? ഇല്ല. എന്ത് വേണം? റമദാൻ നോമ്പ് ഇത് കരുതണം, ഫർളായത് ഇത് കരുതണം. ഇതല്ലേ പറഞ്ഞത്? അപ്പൊ ഫർളെന്നും റമദാൻ നോമ്പെന്നും കരുതാതെ നോമ്പെടുക്കുന്നു എന്ന് കരുതിയാൽ റമദാൻ നോമ്പാവൂല. അതുകൊണ്ട് ഞാൻ മുസ്ലിമിനോട് പറയാണ്, നിങ്ങളെ കുട്ടികളെ നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെയും മുജാഹിദിന്റെയും മദ്രസയിൽ പഠിപ്പിച്ചാൽ ആ കുട്ടികളെ നോമ്പ് ശരിയാവൂല, നിസ്കാരം ശരിയാവൂല, സക്കാത്ത് ശരിയാവൂല. ഇസ്ലാമിലെ തകർക്കലാണ് ഈ മൗലവിമാരുടെ മുഴുവനും ലക്ഷ്യം. എനിക്ക് കേൾക്കണം, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം തിന്നുകയോ കുടിക്കുകയോ ചെയ്യുക. ഞാൻ ചോദിക്കട്ടെ, മൂക്കിലൂടെ ഒരു സാധനം കേൾക്കുക നോമ്പ് മുറിയോ? മുറിയോ? ഞങ്ങൾ വിളിച്ച എങ്ങനെയാണ്? തുറന്ന ദ്വാരങ്ങളിലൂടെ വല്ലതും ഉള്ളിലേക്ക് കടക്കുക എന്നാണ്. അതിന് മനഃപൂർവ്വം തിന്നിയും കുടിക്കുകയും പോകണമെന്നില്ല. മൂക്ക് കൂടി ഒരു സാധനം കേൾക്കാൻ നോമ്പ് മുറിക്കും. നോമ്പ് മുറിയല്ല വേണ്ട അല്ലേ? നിങ്ങൾക്ക് നോമ്പ് മുറിയല്ല വേണ്ട. അപ്പോ നോമ്പ് മുറിയുന്ന സംഗതിയിലും നിങ്ങൾ തിരുവനന്തപുരത്തി എനിക്കൊണ്ട് ഒരുപാട് പറയാനുണ്ട്. എനിക്ക് കേൾക്കണം. ഇതാ ഇതിലും ഇങ്ങനെ തന്നെ നോമ്പിന്റെ നിയത്ത് 19-ാം പേജ്. അതിലെങ്ങനെയാ നോമ്പ് നിയത്ത് പറഞ്ഞത്? നോമ്പിന് നിർബന്ധമായ 2 ഘടകങ്ങളുണ്ട്. ഒന്ന് നിയ്യത്ത്. റമദാനിലെ ഓരോ രാത്രിയിലും പ്രഭാതോദയത്തിന് മുമ്പ് നിയ്യത്തിയുടെ നിർബന്ധമാണ്. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ നോമ്പനുഷ്ഠിക്കുന്നു എന്ന് കരുതുകയാണ് നിയ്യത്ത്. അവിടെ ഇല്ല, റമദാനുമില്ല, ഫർദുമില്ല. അവിടെ നിയ്യത്താവും. നിയ്യത്ത്. പിന്നെ ഇനിയുള്ളത് മുജാഹിദിന്റെ നോമ്പിന്റെ വിലക്കുകൾ ഈ പുസ്തകത്തിൽ എന്താ പറഞ്ഞ കേട്ടോടി? സുബഹി ബാങ്ക് വിളിക്കുമ്പോഴും ഇഖാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാൻ നബി അനുവദിച്ചിരുന്നു എന്ന കാര്യം മുമ്പ് ഉദ്ധരിച്ച ഹദീസുകളിൽ വ്യക്തമാക്കപ്പെട്ടത് വായനക്കാർ മറക്കാതിരിക്കുക. അതായത് സുബഹിക്ക് ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുത്താല് വെള്ളം കുടിക്കുന്ന മറന്നവരെ അന്നേരം കുടിക്കണോ? അപ്പോൾ വെള്ളം കുടിക്കുന്ന മറക്കേണ്ട ഹദീസുണ്ട്. ഇതല്ലേ നിങ്ങളെ മതം? ഇനി ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രബോധനം അതിന് പറയുന്നില്ല. അതിനെ എന്താണ്? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ
പ്രബോധനം 1977. കേട്ടോളൂ. നിങ്ങളിൽ ഒരാൾ പാത്രം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കെ ബാങ്ക് കേട്ടാൽ അതിൽ നിന്നിന്റെ ആവശ്യം നിർവഹിക്കുക, അത് പാത്രം വെക്കേണ്ടതില്ല. അപ്പൊ കയ്യിൽ പാത്രം പിടിച്ചിട്ട് ഭക്ഷണം കഴിച്ചു കൊടുക്കുമ്പോൾ സ്വയം ബാങ്ക് കേട്ടാൽ അതിന് ആവശ്യം തീർന്നിട്ട് വെച്ചാ മതി. നല്ല വലിയ പാത്രം പിടിച്ചോടി. എന്നാൽ എന്തില്ല, കുറെ നല്ലൊരു സാപ്പിടാലോ. ഇന്നാലില്ല, ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിന്റെ 84 ശരീഅത്ത് വലിപ്പ്. സുഹൃത്തുക്കളെ, ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദും ഇസ്ലാം തകർക്കുന്നതിന്റെ ചില രൂപങ്ങളാണ് ഞാൻ കാണിച്ചത്. ഇനി ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. 1984 ശരീഅത്ത് വലിപ്പ് പ്രബോധനം ഇതിന്റെ അമീർ സിദ്ദീഖ് ഹസൻ എഴുതിയ ലേഖനം എന്താണ്? ഒരു ഭരണകൂടത്തിനും, എനിക്ക് തന്നെ നോക്കണമെന്നൊന്നുമില്ല, ഒരു ഭരണകൂടത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന എടുത്തിട്ടുണ്ട്. ഒരു ഭരണകൂടത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. ഒരു ഭരണകൂടത്തിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. എന്നിട്ട് കുറെ കാര്യം ഖുർആനിലുണ്ട്. ഒന്നാമത്തത് സകാത്തിന്റെ കാര്യക്ഷമമായ ശേഖരണ വിതരണം, പ്രതിക്രിയാ വിധികൾ. അപ്പോ ഇനി എന്താണ്? പലിശ സംബന്ധിച്ച നിയമങ്ങൾ, പ്രതിക്രിയാ വിധികൾ, മോഷണത്തിനും വ്യഭിചാരത്തിനുമുള്ള ശിക്ഷകൾ, ഇവയെല്ലാം ഇക്കൂട്ടത്തിൽ പെടുന്നു. അപ്പൊ ഭരണകൂടത്തിന് മാത്രമേ കാര്യക്ഷമമായ ശേഖരണ വിതരണം ചെയ്യാൻ പറ്റുള്ളൂ സക്കാത്ത് എന്ന് പ്രബോധനം 1984 ശരീഅത്ത് വലിപ്പിൽ സിദ്ദീഖ് ഹസന്റെ ലേഖനം. അപ്പൊ ഇതിനൊരു മറുപടി തരും. അത് കാര്യക്ഷമമായ ശേഖരണ വിതരണം. ഞങ്ങൾ നടത്തുന്ന കാര്യക്ഷമമായ ശേഖരണ വിതരണമല്ല, പിന്നെ മാധ്യമം നടത്താനും അതുപോലെ മീഡിയ നടത്താനൊക്കെ കാര്യക്ഷമല്ലോ. അപ്പൊ കാര്യക്ഷമമായ പറ്റുമില്ലാതെ ഞങ്ങൾ നടത്തുള്ളൂ. പിന്നെ ഗണികാര്യസ്ഥതയുള്ള കുഴപ്പമൊന്നുമില്ല. ഇതിന്റെയൊക്കെ മറുപടി. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഖുർആനിലുണ്ട് എന്നല്ലേ പറഞ്ഞത്? ജമാഅത്ത് ഇസ്ലാമിയുടെ മൗലവിമാരെ ആ ആയത്തൊന്ന് ഓതി കേൾക്കട്ടെ. ഖുർആനുണ്ടല്ലോ, കാര്യക്ഷമമായ ശേഖരണ വിതരണം സക്കാത്ത്. അത് ഭരണകൂടത്തിനെ പറ്റുകയുള്ളൂ എന്ന് ഖുർആനിലുണ്ടെന്നല്ലേ പറഞ്ഞത്? ആ ആയത്തൊന്ന് നിങ്ങൾ സമുദായത്തിന് മുമ്പിൽ ഓതി കേൾപ്പിക്കൂ. ഞങ്ങൾ ആ ആയത്തൊന്ന് കേൾക്കട്ടെ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ മുസ്ലിമീങ്ങളെ കുരങ്ങി കളിപ്പിക്കരുത്. മുസ്ലിമീങ്ങളുടെ ഈമാനും ഇസ്ലാമും നശിപ്പിക്കരുത്. ഇതാണ് ഞങ്ങൾ പറയാനുള്ളത്. ഇനിയും ഒരുപാട് വിഷയങ്ങൾ എന്റെ മുമ്പിൽ പറയാൻ ബാക്കിയുണ്ട്. ഇപ്പോൾ ഞാനിവിടെ നിർത്തട്ടെ. സുഹൃത്തുക്കളെ, ഞാനിവിടെ കൊണ്ടുവന്ന പ്രബോധനങ്ങൾ, മൗദൂദി ഒന്ന് പറയുന്നു, ഇപ്പോഴത്തെ മൗദൂദികൾ വേറൊന്ന് പറയുന്നു. അങ്ങനത്തെ ഒരുപാടെണ്ണം ഇവിടെ വായിക്കാനുണ്ട്. അതുപോലെ ഫിഖ്ഹുൽ സക്കാത്തിൽ പറഞ്ഞ തോന്നിവാസങ്ങൾ വായിക്കാനുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ പിന്നെ ആകാം. ഒരു കാര്യം ഞാൻ മുസ്ലിമീങ്ങളോട് പറയാണ്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ. ഈമാനുള്ള ഒരു പുരുഷനും പറ്റൂല, ഈമാനുള്ള ഒരു സ്ത്രീക്കും പറ്റൂല. ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, അയ്യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം, അവരുടെ തീരുമാനപ്രകാരം അത് സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യുക എന്നത് പറ്റുന്ന പണിയല്ല. വമൻ യസില്ലാഹ വറസൂലഹു, അല്ലാഹുവിനെതിരായി വല്ലവനും പ്രവർത്തിച്ചാൽ, വറസൂലഹു, അല്ലാഹുവിന്റെ റസൂലിനെതിരായി പ്രവർത്തിച്ചാൽ, ഫഖദ് വല്ല ദലാലൻ മുബീനാ, അവൻ വ്യക്തമായ പിഴവ് വെച്ച് കഴിഞ്ഞു. ഇത് ഖുർആനാണ് മുസ്ലിമീങ്ങളെ. ഒരായത്തും കൂടി ഞാൻ പറയട്ടെ. ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. റബ്ബിനെ തന്നെയാണ് സത്യം. ലാ യുമിനൂൻ,
വിശ്വാസികളാകൂല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഒരു പ്രശ്നം വന്നാൽ നബിയെ തങ്ങളെ തീരുമാനം അംഗീകരിക്കാതെ മുഅ്മിനാവൂല. ثم لا يجدوا في أنفسهم حرجا مما قضيت, പിന്നെ തങ്ങളെടുത്ത തീരുമാനത്തിൽ ഒരനിഷ്ടം മനസ്സിലുണ്ടാകാൻ പറ്റൂല. വയുസല്ലിമൂ തസ്ലീമാ, പൂർണ്ണമായി തങ്ങൾക്ക് വിധേയപ്പെടണം, തങ്ങൾക്ക് ഏൽപ്പിച്ചു തരണം. തങ്ങൾ എന്ത് തീരുമാനമാണോ എടുത്തത് അതിനെതിരെ ചിന്തിക്കാൻ പറ്റൂല. ചിന്തിച്ചാൽ മുഅ്മിനാകൂല. ഇനി ഒന്നുകൂടി ഓതി തരട്ടെ. الذين ضل سعيهم في الحياة الدنيا, ഭൂമിയിൽ സേവനങ്ങൾ മുഴുവനും പാഴായി പോയൊരു ടീമുണ്ട് നബിയെ. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സ്വൻആ, അവര് വിചാരിക്കുന്നത് ഞങ്ങൾ നല്ല പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നാണ്. അതേ കമ്മിറ്റി ഉണ്ടാക്കി സകാത്ത് വാങ്ങിയിട്ട് മാധ്യമത്തിന് ചെലവഴിക്കുമ്പോ, മീഡിയക്ക് ചെലവഴിക്കുമ്പോ, അതേ നിങ്ങൾ ശമ്പളം പറ്റുമ്പോ, സകാത്തിന് ശമ്പളം പറ്റുമ്പോ നല്ല കാര്യം തന്നെ നിങ്ങൾ എഴുതി വെച്ചത്. അല്ലാഹ് പറയുന്ന അങ്ങനെ വിചാരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവർ പരാജയപ്പെട്ട ഖവാരിജുകൾ അതിൽപ്പെട്ടവരാണ്. ഇനി പറയട്ടെ സുഹൃത്തുക്കളെ, മീഡിയ വണ്ണിനാണ്, അതേ ആ മീഡിയ വണ്ണിനാണ് ഞാൻ പറഞ്ഞത്. ഇനി പറയട്ടെ, ഖുർആനിൽ അല്ലാഹ് പറയാണ്, അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി, തെറ്റായ കാര്യം നല്ലതാണെന്ന് തോന്നുന്ന ചിലരുണ്ട്. ഫഇന്നല്ലാഹ യുദ്ദില്ലു മൻ യശാ, അല്ലാഹ് ഉദ്ദേശിച്ചവരെ അല്ലാഹ് വേർപിക്കുകയാണ്. വയഹ്ദീ മൻ യശാ, അല്ലാഹ് ഉദ്ദേശിച്ചവരെ അല്ലാഹ് സന്മാർഗ്ഗത്തിലാക്കുകയാണ്. ഫലാ തദ്ഹബു നഫ്സുക അലൈഹിം ഹസറാത്ത്, അവർക്ക് വേണ്ടി തങ്ങളുടെ ശരീരം നഷ്ടപ്പെടുത്തണ്ട. ഇന്നല്ലാഹ അലീമുൻ ബിമാ യസ്നഊൻ, അവർ പ്രവർത്തിക്കുന്ന അല്ലാഹു അറിയുന്നുണ്ട് നബിയേ. ഇനി ഒരായത്ത് കൂടി പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാർ മുതഅല്ലിമീങ്ങളൊക്കെ എഴുതിയിട്ട് നിൽക്കണം. സുഹൃത്തുക്കളെ, പടച്ചവന്റെ കോടതിയിലെത്തിയിട്ട് ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിന്റെ പഞ്ചാരവർക്ക് കേട്ട് പെട്ടുപോയി, ജമാഅത്ത് ഇസ്ലാമിക്കാർ കൊണ്ടുപോയി ഞങ്ങളെ കുടുക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ രക്ഷപ്പെടൂല കേട്ടോ. അവർ എ ക്ലാസിൽ വഞ്ചകരാണ്. നിങ്ങൾ കണ്ടില്ലേ, സുബ്ഹാനല്ലാഹ്, സകാത്ത് അതിങ്ങനെ കൊണ്ടുപോയി സകാത്ത് നശിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച ജമാഅത്ത് ഇസ്ലാമിക്കാരൻ. ആ ജമാഅത്ത് ഇസ്ലാമിക്കാർ ചെയ്യുന്ന ഏർപ്പാടെന്താണ്? അവർക്ക് ജമാഅത്തുകാർക്കും മുജാഹിദിനും ഒരു വിശ്വാസവും ഇല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വത്തെ കുറിച്ച് അവർക്കൊരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ നബിതങ്ങളുടെ ശരീരം മണ്ണിൽ നിന്ന് ജീർണിച്ച് നശിച്ചുവെന്ന് 2007 ജനുവരിയിലെ പ്രബോധനത്തിൽ എഴുതിയത്. ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ സാമൂഹ്യ പ്രവർത്തകരാണല്ലോ. റസൂലുള്ളാഹിന്റെ ശരീരം മണ്ണിന്റെ ഉള്ളിൽ ജീർണിച്ച് നശിച്ചു എഴുതിയത് കൊണ്ട് സമുദായത്തിന് കിട്ടുന്ന കാര്യം എന്താണ്? രാഷ്ട്രത്തിന് കിട്ടുന്ന കാര്യം എന്താണ്? എന്ന് ചോദിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മറ്റ് മനുഷ്യരെ പോലുള്ളൊരു മനുഷ്യൻ തന്നെയായിരുന്നു എന്ന് 1980 ഡിസംബറിലെ പ്രബോധനത്തിൽ ജമാഅത്തുകാർ എഴുതിയില്ലേ? ഇങ്ങനെ വിശ്വസിപ്പിച്ചത് കൊണ്ട് മുസ്ലിം സമുദായത്തിന് കിട്ടുന്ന നേട്ടം എന്താണ്? മുസ്ലിം സമുദായത്തിന്റെ നേട്ടത്തിനാണ് നിങ്ങൾ കാത്തിരിക്കുന്നതല്ലേ? എന്നാൽ അതുകൊണ്ടാണ് ഈ ചോദ്യം. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, അതേ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളായ തങ്ങന്മാര്, അവരെ പറ്റി നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങളെ പ്രബോധനം ഞാൻ വായിക്കട്ടെ. അതേ പ്രബോധനത്തിൽ എന്താ? 1969 ആഗസ്റ്റിലെ പ്രബോധനം. ഇതെന്താ പറഞ്ഞത്? തങ്ങന്മാരെ കൈപിടിച്ച് ചുംബിക്കുകയല്ല, വെട്ടിക്കളയുകയാണ് വേണ്ടത് എന്നല്ലേ? ഞാൻ വായിക്കാം, കേട്ടോളൂ. ഖുലഫാഉർ-റാഷിദുകളുടെ ഭരണഘട്ടം കഴിഞ്ഞപ്പോഴേക്കും പഴയ അറേബ്യൻ ജാഹിലിയ്യത്ത് ശപിക്കപ്പെട്ട ആ വിദാത്തിൽ തിരിച്ചു വന്നു. അറബികളുടെ കണ്ണിൽ മറ്റുള്ളവർ നിന്നിരുന്നവരുമായി തങ്ങൾക്ക് സയ്യിദുകൾ എന്നും അജമികൾക്ക് മൗലകൾ എന്നും അറബികൾ പേരിട്ടു. നീ കേട്ടോളി, കഴിഞ്ഞില്ല. അറേബ്യൻ ആ വിജാത്യത്തിന്റെ ചിഹ്നങ്ങൾ ഇന്നും മുസ്ലിം സമുദായത്തിൽ നഗ്നമായി നിലനിൽക്കുന്നു. അറേബ്യയിൽ ഇതര പ്രദേശത്ത് വരുന്ന ആള് സയ്യിദും തങ്ങളുമാണ്. അവനെ മറ്റുള്ളവർ ആദരിച്ചാൽ പോരാ, ആരാധിക്കണം. കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, അവന്റെ കൈപിടിച്ച് ചുംബിക്കുക പോലും വേണം. എന്നിട്ട് പറയാണ്, മഹാകവി പാടിയതത്ര പരമാർത്ഥം.
ആ കൈ ഛേദിച്ചു കളയുകയാണ് ഈ ചുംബനത്തെക്കാൾ ഉത്തമം. അപ്പൊ തങ്ങന്മാരെ കൈപിടിച്ച് ചുംബിക്കുകയല്ല, അത് ഛേദിച്ച് വെട്ടിക്കളയണമെന്നല്ലേ നിങ്ങളുടെ പ്രബോധനത്തിൽ നിങ്ങൾ എഴുതിയത്. ഇനിയും കേട്ടോളൂ, മുഹമ്മദിന് എനിക്ക് പുരുഷ സന്താനമൊന്നും ജീവിച്ചിട്ടുണ്ടായിട്ടില്ല. അതിനാൽ അവിടത്തേക്ക് പിന്മുറക്കാരില്ലായിരുന്നു. ഇസ്ലാമിക നിയമം അനുസരിച്ച് പുരുഷ സന്തതികളുടെ പരമ്പര മാത്രമേ പിന്മുറക്കാരാവൂ. സ്ത്രീ സന്തതികളുടെ മക്കൾ അന്യ തറവാട്ടുകാരത്രേ. എന്നിരിക്കുമ്പോൾ വല്ലവരും മുഹമ്മദ് നബിയുടെ പേരക്കുട്ടിയെന്നോ പൗത്രനെന്നോ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ശുദ്ധ പോഷ്കല്ലാതെ മറ്റൊന്നുമല്ല. ഇനിയും കേട്ടോളൂ, ആകയാൽ പഴയ അറേബ്യൻ ജാഹിലിയ്യത്തിന്റെ നഗ്നമായ ചിഹ്നമാണ് അഹ്ലു ബൈത്തിലും തങ്ങന്മാരിലുമുള്ള വിശ്വാസം. ഈ വിശ്വാസം എത്ര വേഗം തുരത്തപ്പെടുന്നുവോ അത്രയും സമുദായത്തിലെ ഉച്ചനീചത്വം അവസാനിക്കും. ഞാൻ ജമാഅത്തുകാരോട് ചോദിക്കുന്നു, തങ്ങന്മാരെ കൈവെട്ടണമെന്ന് പറഞ്ഞ നിങ്ങൾ ഈ ജമാഅത്തുകാരങ്ങൾ നടത്തുന്ന മാധ്യമത്തിന്റെയും മീഡിയ വണ്ണിന്റെയും ഒക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സകാത്ത് പിരിക്കുമ്പോൾ സകാത്ത് കിട്ടാൻ വേണ്ടി അതും ഇങ്ങനെ പിടിച്ചിട്ട് ആദരണീയരായ ചില തങ്ങന്മാരെ നിങ്ങൾ കൊണ്ടുവന്നത് എന്തിന്റെ പേരിലാണ്? നിങ്ങളെ വാദം തങ്ങന്മാരില്ലെന്നല്ലേ? നിങ്ങളെ വാദം അവരെ കൈവെട്ടണമെന്നല്ലേ? പിന്നെ നിങ്ങൾ എന്തിന് ഇതും പിടിച്ചു നിർത്തി? തങ്ങന്മാരെ നിങ്ങൾ എന്തിന് ജനങ്ങൾക്കിടയിൽ വഷളാക്കി? നിങ്ങൾ തങ്ങന്മാരിൽ വിശ്വാസമുണ്ടോ? അപ്പൊ നിങ്ങളെ വഞ്ചനയാണ്, നിങ്ങളെ ചതിയാണ്. അല്ലാഹുവിന്റെ റസൂലിനെതിരെ പള്ളി എന്ന പേരിൽ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉദ്ഘാടനത്തിൽ റസൂലുള്ളാഹിനെ വിളിക്കാൻ വേണ്ടി വന്ന മുനാഫിക്കുകളെ കുറിച്ച് സൂറത്ത് തൗബയിലെ അതേ പരിപാടിയല്ലേ നിങ്ങൾ ഒപ്പിക്കുന്നത്? തങ്ങന്മാരെ കൊണ്ടുപോയി ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ സമുദായത്തെ വഞ്ചിക്കാറില്ലേ? ആ തങ്ങന്മാരെയും ചതിക്കുകയല്ലേ? നിങ്ങൾക്കിതിന് മറുപടി പറയാനുണ്ടോ? ഇനിയും പറയട്ടെ, മുജാഹിദിനോടും പറയാനുണ്ട്. മുജാഹിദിന്റെ ശബാബ് വാരികയിൽ പറയുന്നത് എന്താണ്? അതേ തങ്ങന്മാരെ കൈപിടിച്ച് ചുംബിക്കുന്ന ശിർക്കാണെന്നല്ലേ? ഞാൻ വായിച്ച് കേൾപ്പിക്കാം. സുബ്ഹാനല്ലാഹ്. മുജാഹിദ് പറയാണ്, കുടുംബ പോലീസ് കൊണ്ടും ഇല്ലാത്ത കറാമത്തുകൾ അവകാശപ്പെട്ടത് കൊണ്ടും സ്വർഗം കരസ്ഥമാക്കാൻ സാധ്യമല്ല. കൃത്യമായ തൗഹീദും തഖ്വയും ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കൂ. നമ്മൾ ആരെങ്കിലും ഇല്ലാത്ത കറാമത്ത് പറയാറുണ്ടോ? പറഞ്ഞവനെ വെറുതെ വിടാറുണ്ടോ? ഓ സുഹൃത്തുക്കളെ, എനിക്ക് കേട്ടോളി, ഇസ്ലാമിൽ എല്ലാവരും തുല്യമാണ്. തങ്ങന്മാർക്കൊന്നും പ്രത്യേകതയില്ല. എനിക്ക് കേട്ടോളി, തങ്ങൾ എന്ന് പറഞ്ഞാൽ നബി കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് എന്നാണ് ധാരണ. അതേ അവസരത്തിൽ നബി ജനിക്കുകയും വർഷങ്ങളോളം ജീവിക്കുകയും ചെയ്ത മക്കയിലും മദീനയിലും ഒരു തങ്ങളും നിലവിലില്ല. ശരിയല്ലേ? മക്കയിൽ മുതലും തങ്ങന്മാരില്ല. അല്ല മൗലിമാരെ, അവിടെ മലയാളമാണോ ഭാഷ? മക്കയിലും മദീന അറിഞ്ഞല്ലേ? അറബിയിൽ തങ്ങൾ പറയാ അസ്റാഫ്, സയ്യിദ്, അതവിടെയല്ലേ? അപ്പൊ അവിടെ തങ്ങളില്ല. കേട്ടോ, എനിക്കോട്ടോ, കേരളത്തിൽ മാത്രമാണ് തങ്ങന്മാര് നിലകൊള്ളുന്നത്. ഉണ്ടെങ്കിൽ അത് കാണേണ്ടത് മക്കയിലും മദീനയിലുമാണ്. തങ്ങന്മാരിൽ നിന്നും ഹൈറ് ഉദ്ദേശിച്ചുകൊണ്ടും ചില സെറുകൾ നീ കിട്ടാൻ വേണ്ടിയും അവരുടെ കൈകൾ മുത്താറുണ്ട്. അത് ശിർക്കാണ്. തങ്ങന്മാരെ കൈപിടിച്ച് മുത്തിയാൽ ശിർക്കാണെന്ന് പറഞ്ഞു. എനിക്കോട്ടോ, ഇവിടെയുള്ള ബാബക്കി കുടുംബം, പാണക്കാട് കുടുംബം തുടങ്ങിയ തങ്ങന്മാരെ പറ്റി ഏതെന്ന് കേട്ടുള്ളൂ. നബിയുടെ കുടുംബം ചരിത്രപരമായി നിലവിലില്ല. ഈ ലേഖകൻ പ്രസ്തുത സംശയം തീർക്കാൻ ഒരിക്കൽ കെ എം മൗലവിയുടെ മകനും മദീന യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും പ്രമുഖ പണ്ഡിതനും മുഫ്തിയായിരുന്ന മർഹൂം അബ്ദുൽ സമദ് അൽ ഖാദിമിനെ സന്ദർശിക്കുകയുണ്ടായി. തിരൂരങ്ങാടി സ്വദേശിയും മർഹൂം ബാഫക്കിത്തങ്ങളുമായി വളരെ അടുപ്പമുള്ള വ്യക്തിയുമായിരുന്നു തങ്ങൾ. ഇതൊന്നും നിങ്ങൾ നേരാക്കണ്ടോ, ഞാൻ ബാക്കി കൂടി വായിക്കാം. തങ്ങൾ എല്ലാ വർഷവും ഹജ്ജിന് പോയിരുന്നു. അപ്പോഴൊക്കെ അദ്ദേഹം 2 ദിവസത്തോളം കാത്തിരിന്റെ അതിഥിയായിരിക്കും. എന്റെ സംശയത്തിന് മറുപടിയായി കാത്തിരി പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങൾ ചോദിച്ച ഇതേ ചോദ്യം ഞാൻ ബാഫക്കി തങ്ങളോട് തന്നെ നേരിൽ ചോദിച്ചു. തങ്ങൾ മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്: ഞങ്ങൾ നബിയുമായി ബന്ധമൊന്നുമില്ല. ഞങ്ങളുടെ പൂർവികർ ഇറാനിൽ നിന്ന് വന്ന ശിയാക്കളാണ്. അവർ കേരളത്തിൽ നിന്ന് ശഫീബ് സ്വീകരിക്കുകയാണുണ്ടായത്. മറ്റൊരു വിഭാഗം യമനിൽ നിന്നും വന്ന അറബികളാണ്. ഇനി നബി കുടുംബത്തിന് സയ്യിദ് എന്നൊരു പേരില്ല.
നബി ഇനി പറഞ്ഞോളൂ, നബിക്കോ നബിയുടെ കുടുംബത്തിൽപ്പെട്ടവർക്കോ സയ്യിദ് എന്നോ തങ്ങളെന്നോ പേരുകൾ നൽകപ്പെട്ടതായി ഖുർആനിലോ ഹദീസിലോ വന്നിട്ടില്ല. അപ്പൊ ഈ തങ്ങന്മാര് കെ മൗലവിന്റെ പേരറിയില്ലേ? കെ മൗലവിന്റെ പുസ്തക പ്രകാശനം ഒരു തങ്ങളെ കൊണ്ടാകണം എന്ന് മൗലവിമാർ തീരുമാനിക്കുന്നു. അതിന് തങ്ങളെ കിട്ടാതിരുന്നാൽ തങ്ങൾ എവിടെയെങ്കിലും പോയി ഇരിക്കുമ്പോ എല്ലാം ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ട് വാങ്ങുമ്പോ ഫോട്ടോ എടുക്കുന്നു, എന്നിട്ട് പുറത്തു വിടുന്നു. ഇത്ര വൃത്തികെട്ടൊരു സമൂഹം ഞാൻ പറയണേ. എന്തിനീ ചതി? തങ്ങന്മാരെ എന്തിനു ചതിക്കണം? മുസ്ലിം സമുദായത്തെ എന്തിനു ചതിക്കണം? വെറും വഞ്ചന മാത്രം കൈമുതലാക്കിയവരാണ് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി എന്നത് ഞാൻ 100 തെളിവുകൾ വെച്ച് ആയുസ്സുള്ള കാലത്തോളം തെളിയിച്ചു തരും. അതിനെ ഖുർആനിന്റെ തെളിവോടെ ഹദീസ് മുന്നിൽ വെച്ച് ഇമാമികളെ കിതാബ് മുന്നിൽ വെച്ച് നേരിടാൻ ഏത് തട്ടക്കാരനായാലും ഏത് മൗലവിയായാലും ഏത് വ്യക്തിയായാലും ഞാൻ ചോദിക്കുന്നു. ഇവിടെ ഉണ്ട്. ഇവിടെ നേരത്തെ ഞാൻ വരുമ്പോ 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന് പള്ളിയും മദ്രസയും ഇല്ല. ഞാൻ ഓരോന്നും ഇങ്ങനെ തെളിവ് കാണിച്ചിട്ടാണ് 11 മഹല്ലുകളും സുന്നത്ത് ജമാഅത്ത് ഉണ്ടാക്കിയത്. ആ സുന്നത്ത് ജമാഅത്ത് ഉണ്ടാക്കിയ അന്ന് നേരത്തെ സുന്നികളല്ലാത്ത പലരും അൽഹംദുലില്ലാഹ് കാര്യം മനസ്സിലാക്കി സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നു. അവിടെയെല്ലാം ഇപ്പൊ പള്ളിയിൽ സ്ഥലം പോരാ, മദ്രസയിൽ സ്ഥലം പോരാ, വിപുലീകരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് ഇന്നും അൽഹംദുലില്ലാഹ് നമ്മൾ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം ഇവിടെ നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് നിങ്ങളെ എല്ലാ വിഷയങ്ങൾക്കും കൃത്യമായ മറുപടി പറയാൻ നിങ്ങളെ കൈവശത്തിലുണ്ട്. ഇനി ആരും അങ്ങനെ നീർക്കോലി പടയെടുക്കണ്ട. ഡോക്ടറെ, നീർക്കോലി പടയെടുക്കണ്ട. അതുപോലെ ആരും അങ്ങനത്തെ ആരും പടമെടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരായത്തും കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ പരിപാടിയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിന്റെ പൊരുത്തത്തിലായി നീ കബൂൽ ചെയ്യണേ അല്ലാഹ്.